ആരാണ് സുനിൽ സ്വാമി? കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി ശബരിമലയിലെ സോപാനത്തിനരികെ വെളുത്ത വസ്ത്രം ധരിച്ച് അധികാരികളെ പോലും കവച്ചു നിൽക്കുന്ന അധികാരഭാവത്തോടെ നാം കണ്ട ആ രൂപം വെറുമൊരു ഭക്തനോ അതോ ആത്മീയതയുടെ മറവിൽ സ്വാധീനമുറപ്പിച്ച ഒരു മാന്ത്രികനോ? പാലക്കാട്ട് ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് കൊല്ലത്തെ കശുവണ്ടി വ്യവസായത്തിലേക്കും അവിടെ നിന്ന് ആത്മീയതയുടെ ലോകത്തേക്കും സുനിൽകുമാർ എന്ന സുനിൽ സ്വാമി വളർന്നത് അതിവേഗമായിരുന്നു. പ്രമുഖ നടൻ ശ്രീനിവാസന്റെ അന്ത്യകർമ്മങ്ങൾക്കിടയിൽ ആരുടെയും ക്ഷണമില്ലാതെ കടന്നുവന്ന് കർമ്മങ്ങൾ ചെയ്ത ആ നിഗൂഢ രൂപത്തെ കേരളം ഞെട്ടലോടെയാണ് നോക്കി നിന്നത്. ആൾദൈവങ്ങളെ പുച്ഛിച്ചിരുന്ന ശ്രീനിവാസന്റെ ചടങ്ങിൽ സുനിൽ സ്വാമി എങ്ങനെ എത്തി എന്നത് ഇന്നും ഒരു ഉത്തരമില്ലാത്ത ചോദ്യമാണ്. ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് കയറുവാൻ കഴിയാത്ത ഇടങ്ങളിൽ ഇദ്ദേഹത്തിന് സ്വന്തമായി ഒരു മുറിയുണ്ടായിരുന്നു. ഒരു പതിറ്റാണ്ടോളം സന്നിധാനം തന്റെ സാമ്രാജ്യമാക്കി മാറ്റിയ സുനിൽ സ്വാമിയെ ഒടുവിൽ കോടതി ഇടപെട്ടാണ് പുറത്താക്കിയത്. ഭക്തരിൽ ഉന്നതനെന്നോ സാധാരണക്കാരനെന്നോ വ്യത്യാസമില്ല എന്ന ഹൈക്കോടതിയുടെ പ്രഖ്യാപനം സുനിൽ സ്വാമിയുടെ ശബരിമലയിലെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ചു. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. മൈസൂർ കൊട്ടാരത്തിലെ രാജഗുരുവാണെന്ന് വിശ്വസിപ്പിച്ച് കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നതോടെ സുനിൽ സ്വാമിയുടെ മറ്റൊരു മുഖം ലോകം കണ്ടു. റിസർവ് ബാങ്കിന്റെ വ്യാജരേഖകൾ ചമച്ച് കോയമ്പത്തൂരിലെ ബിസിനസ്സുകാരിൽ നിന്ന് 3 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ തമിഴ്നാട് പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ ആത്മീയ പരിവേഷം പൂർണ്ണമായി അഴിഞ്ഞു വീഴുകയായിരുന്നു. ഭക്തിയും അധികാരവും ബിസിനസ്സും കൂട്ടിച്ചേർന്ന ഒരു അസാധാരണ ജീവിതം. സുനിൽ സ്വാമി എന്ന ഈ പേര് ഇന്ന് വിവാദങ്ങളുടെയും തട്ടിപ്പിന്റെയും പര്യായമായി മാറിയിരിക്കുന്നു. ആരായിരുന്നു യഥാർത്ഥത്തിൽ ഇദ്ദേഹം? ഒരു സാധുവായ ഭക്തനോ അതോ വേഷം മാറിയെത്തിയ തട്ടിപ്പുകാരനോ? കേരളം ഉറ്റുനോക്കുന്ന ഒരു ചോദ്യവുമായി ഇത് അവശേഷിക്കുന്നു.